കോൺഗ്രസ്സുകാരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയും. തദ്ദേശത്തിൽ അവർ ജയിച്ചു വന്നതുകൊണ്ടുള്ള ചൊറിച്ചിൽ കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ അവർ ജയിച്ചത് ആരുടെയൊക്കെ വോട്ട് നേടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഇവരുടെ കൂടെ സകല വർഗീയ പാർട്ടികളുമുണ്ട്. ഇവരാണെങ്കിൽ BJPയെ മാത്രമാണ് വർഗീയ പാർട്ടി എന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന ജനങ്ങൾ ആരും തന്നെ കോൺഗ്രസിനൊപ്പം നിലകൊണ്ടിട്ടുള്ള ജമാഅത്തയുടെ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെക്കുറിച്ചോ SDPIയെ കുറിച്ചോ IUMLനെ കുറിച്ചോ ഇവരെല്ലാം ആരെയാണ് ഇത്തവണ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? വരാൻ പോകുന്ന അല്ലെങ്കിൽ ആസന്നമായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDFനെ പിന്തുണയ്ക്കുക ഇത്തരത്തിലുള്ള ശക്തികൾ തന്നെയാണ്. ഈ പാർട്ടികളൊക്കെ തന്നെയായിരിക്കും UDFനെ പിന്തുണയ്ക്കുക. കാരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് 10 വർഷമായിട്ട് ഭരണമൊന്നും കിട്ടാതെ വിശന്ന് വലിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഏത് വിധേനയും ആരുടെ കാല് പിടിച്ചിട്ടും ഏത് വർഗീയ പാർട്ടിയുടെ വോട്ട് കിട്ടിയിട്ടാണെങ്കിലും ഭരണത്തിൽ കയറണമെന്നല്ലാതെ കോൺഗ്രസോ UDFോ മറ്റൊന്നും ചിന്തിക്കുന്നതുമുണ്ടാകില്ല. എന്നാൽ ഇത്തവണത്തെ ഈ അനുകൂല തരംഗം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. കാരണം എണ്ണയിട്ട യന്ത്രം പോലെ CPM അതിനുവേണ്ടി ആ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ഒരു പ്രവർത്തന രീതിയുടെ പ്രത്യേകതയും അങ്ങനെയാണ്. അത്തരത്തിൽ എല്ലാ തലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ട് CPMന് കഴിയുകയും ചെയ്യും. പറഞ്ഞു വന്നത് CPMന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ CPM വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ള സാധ്യതകളെ കുറിച്ചൊന്നുമല്ല. കോൺഗ്രസിനെ ഭയക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം കൂടിയാണ്. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസ് ദേശീയ തലത്തിൽ, അതായത് ഭരണത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കൊടും ചതി അതെന്താണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 2013 ആ കാലയളവിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സക്കീർ നായിക് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത്. മത തീവ്രവാദം മാത്രം പുലമ്പുന്ന ഒരാളാണ് സക്കീർ നായിക്. ഒളിവിലാണ്, മലേഷ്യയിലാണ് ഇപ്പോൾ ജീവിതം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇരുന്നു കൊണ്ടും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ അടുത്ത് പാകിസ്ഥാനിൽ പോവുകയും അവിടെ ഇന്ത്യക്കെതിരെ ഉള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യക്കാരനാണ്, മുംബൈയിലാണ് ജനനം. അവിടെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠനമൊക്കെ നടത്തി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന സക്കീർ നായിക്കിനെ പാകിസ്ഥാൻ ആനയിച്ചിരുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ആയ കാലത്തെ ഈ മൂപ്പര് ചെയ്യുന്ന കാര്യമാണ്, ഈ മത തീവ്രവാദം പുലമ്പുക എന്നുള്ളത്. പക്ഷേ എന്തിനാണ് ഇത്തരത്തിൽ മത തീവ്രവാദം പുലമ്പുന്ന ഒരാളെ ഇന്ത്യ ചുവപ്പ് പരവതാനി വിരിച്ച് ആനയിക്കുന്നത്? ഇയാളുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടി വരുന്നത് IPS ഉദ്യോഗസ്ഥരാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഇതിലേറെ ഞെട്ടലുണ്ടാകുന്നത്. ഹൈദരാബാദിലുള്ള നമ്മുടെ പോലീസ് ട്രെയിനിങ് അക്കാഡമി, സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ 2013 മെയ്യിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ക്ലാസ് നടക്കുകയാണ് IPS ഉദ്യോഗസ്ഥർക്ക്. ഈ ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുത്തത് സക്കീർ നായിക്കാണ്. 1-2 ഉദ്യോഗസ്ഥരല്ല, ഏതാണ്ട് 160ഓളം IPS ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ ഇയാളുടെ ഒരു ക്ലാസ് ഉണ്ടായിട്ടുള്ളത്. ട്രെയിനി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 10 രാജ്യങ്ങളിലെ IPS ട്രെയിനികൾക്ക് ക്ലാസ് എടുത്തു. കൂടാതെ 100ഓളം സീനിയർ IPS ഉദ്യോഗസ്ഥർക്കും ക്ലാസ് എടുത്തു. വിഷയമാണ് അതിലും ബഹുരസമായിട്ടുള്ളത്. ഭീകരവാദവും ജിഹാദും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഈ മഹാന്റെ ക്ലാസ്. ഈ ക്ലാസ്സിന് വേണ്ടി ഈ വിദ്വാനെ ക്ഷണിച്ചതും കേന്ദ്ര മന്ത്രിമാരായിരുന്ന P. ചിദംബരം, ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ എന്നിവരാണ്. P. ചിദംബരവും സുശീൽ കുമാർ ഷിൻഡെയും ക്ഷണിച്ചു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ആരോപണങ്ങൾ അവരിലേക്ക് ഉന്നയിക്കാം. പക്ഷേ ഇവർ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഗാന്ധി കുടുംബമാണ്, ഗാന്ധി പരിവാർ. സോണിയാഗാന്ധി അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങാത്ത സാഹചര്യമുള്ള ഇടത്ത് സോണിയാഗാന്ധിയുടെയോ ആ കുടുംബത്തിൻ്റെയോ അറിവില്ലാതെ ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാവുന്ന കാര്യമാണ്. എന്തിനാണ് മത തീവ്രവാദം വിളമ്പുന്നവരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നവരാണ് എന്നിരിക്കെ തന്നെ ഇവരെ
ആനയിക്കുകയും ഇവരുടെ ക്ലാസ്, അതും പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഇവരുടെ ക്ലാസ് ഈ IPS ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ ചതി, ഭാരതത്തോട് ചെയ്യുന്ന വഞ്ചന എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ പറയാൻ കഴിയില്ല. അന്ന് ഈ സക്കീർ നായിക് എന്ന് പറയുന്ന തീവ്രവാദി ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങളൊക്കെ വാഴ്ത്തുകയും പാടുകയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങൾ പാടാൻ വേണ്ടിയിട്ടല്ല IPS ഉദ്യോഗസ്ഥരെ അവിടെ വിളിച്ചിരുത്തി ക്ലാസ് എടുക്കേണ്ടത്. IPS ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ അവർക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അക്കാഡമിക് തലത്തിലുള്ളതോ അന്വേഷണ തലത്തിലുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ക്ലാസ് എടുക്കേണ്ടത്. അത് ക്ലാസ് എടുക്കേണ്ടവർ തന്നെ എടുക്കണം. മത തീവ്രവാദികളെ കൊണ്ടല്ല ഇത്തരത്തിൽ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ലോകം ഇസ്ലാമിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയതെന്നും സൂര്യനും ചന്ദ്രനും വരെ ഇസ്ലാം ആണെന്ന് വരെ വാദിച്ചുവെന്നാണ് അതിൽ പങ്കെടുത്തിട്ടുള്ള തെലങ്കാനയിലെ ഒരു ജില്ലാ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് കിട്ടുന്ന അറിവ്. ഈ സെഷനിൽ 70 IFS ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തു എന്നും നമ്മൾ മനസ്സിലാക്കണം. 50ഓളം CRPFന്റെ ഉദ്യോഗസ്ഥരും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. ചോദ്യോത്തര വേളകളും മതപഠന ക്ലാസുകളും യഥേഷ്ടം നടത്തി. ഏതാണ്ട് മാസത്തിൽ 2 തവണകളായിട്ടാണ് ഈ പറയുന്ന സക്കീർ നായിക്കിന്റെ ക്ലാസ് നടത്തിയത്. അത്തരത്തിൽ 12 ക്ലാസുകളാണ് ഈ തീവ്രവാദി NPA, അതായത് നാഷണൽ പോലീസ് അക്കാഡമിയിൽ കൈകാര്യം ചെയ്തത്. സക്കീർ നായിക്കിന്റെ FB പേജ് പറയുന്നത് IPS അക്കാഡമി നേരിട്ട് ഇയാളെ വിളിക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മലേഷ്യയിൽ ഒളിവിലാണ് ഈ പറയുന്ന വിദ്വാൻ. 2016 ധാക്ക ബോംബ് സ്ഫോടന കേസിലെ പ്രതി കൂടിയാണ്. അപ്പോൾ ഈ 10 വർഷം, അതായത് 2004 മുതൽ 2014 വരെ സോണിയാഗാന്ധി ഭരിച്ചിട്ടുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ധർമ്മരാജ്യത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. മോദി ഭരണത്തിൽ വരുന്നു. മോദി ഭരണത്തിൽ വന്നതിന് ശേഷം എന്താണ് ഈ രാജ്യത്ത് നടന്നത് എന്നുള്ളത് ഇന്ന് ഈ രാജ്യത്തെ ഓരോ കൊച്ചു കുട്ടിക്കും അറിയാം. ഇത്തരത്തിലുള്ള മത തീവ്രവാദികളെ ഇല്ലാതെയാക്കുവാനുള്ള നടപടികളുമായിട്ട് മാവോയിസ്റ്റുകളാവട്ടെ, നക്സലുകളാവട്ടെ, അവരെല്ലാം പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അവർ ആയുധം വെച്ച് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈനിക മേധാവിമാരും നമ്മുടെ പ്രതിരോധ മന്ത്രിയുമൊക്കെ പറഞ്ഞിട്ടുള്ള 2.5 ശത്രുക്കളിൽ 0.5 എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ കണ്ടെത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പരിശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണ്, ഇത് കണക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള, അതായത് വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDPI ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒക്കെ പാർട്ടികളുമായിട്ട് കൂടിക്കൊണ്ട് ഭരണത്തിലെത്താൻ, ഏത് വിധേനയും ഭരണത്തിലെത്തുക എന്നുള്ളതാണ്. മാർഗം നോക്കുന്നില്ല, ലക്ഷ്യം മാത്രമാണ് പ്രധാനം. അതിൽ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കുന്നില്ല. അപ്പോൾ ഇവർ കോൺഗ്രസ് ഭരണത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഭരണചക്രം തിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതോട് ചേർത്ത് വായിക്കണം, മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ തിരിച്ചടിക്കാതിരുന്നത് അമേരിക്ക പറഞ്ഞിട്ടാണ് എന്ന് കൂടി P. ചിദംബരം എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ആർക്കൊപ്പമാണ് എന്നുള്ളത് നമ്മൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരും തന്നെ ഇതിൽ നിന്ന് വായിച്ചെടുക്കുക.